എന്താ ഇത്? ഒന്നുമില്ല, ഒന്നും സാരയില്ല മോനെ. ഇന്നിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ടാവോ? കേസ് കോടതി കെട്ടിത്തിരിച്ചിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇക്കാലം വരെ യാതൊരു കൃത്രിമവും കാണിച്ച് ശീലമില്ലാത്ത ഒരുത്തൻ ഒരന്തി വെളുത്തപ്പോഴേക്ക് ഇങ്ങനെ ആയി തീർന്നു വെച്ചാ. ആക്കി തീർത്തതല്ലേ ഏട്ടാ. കാശെന്ന് കേട്ടാ കണ്ണ് മഞ്ചളിക്കണ പെണ്ണാ കൂടെങ്കി കാശിന് കൊള്ളാണ്ടാവുകയാണുങ്ങള്. ലൈസൻസ് റദ്ദാക്കി റേഷൻ കട പൂട്ടിയാ പിന്നെ കഞ്ഞുകൂടി വിട്ടാ എവിടെങ്കിലും പോണോ? പെട്ടെന്ന് ഇറങ്ങിയാ നാളേക്കുള്ള ബസ് കിട്ടും. പാവെടുത്തതാ, വലിവ് കൂടും. അങ്ങോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് അവിടെ. വാവല്ലേ, സാരല്ല. ഇവിടെ ഇപ്പൊ ഗ്രഹണല്ലേ, ഗ്രഹണം. ഉള്ള ശ്വാസം അവിടെ കിടന്ന് വലിക്കാമല്ലോ. കള്ളവും ചതിയും എന്താണെന്നറിയാണ്ട് ജീവിച്ച് മരിച്ചവനാ നിന്റെ അച്ഛൻ. കണ്ട കള്ളന്മാരും കൊലപാതകളും കിടക്കുന്ന ജയിലിലെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിച്ചില്ലേ നീ? ആ മനുഷ്യന്റെ ആത്മാവ് സഹിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ ഒരു നികുതിച്ചീട്ട് നടന്നിട്ടുണ്ട് ജാമ്യത്തിന്, ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ. പോത്തിന്റെ പുറത്ത് ആള് പുറപ്പെടാൻ നിൽക്കുക എനിക്ക് മോളില്. അതിനിടയ്ക്ക് ഈ വയസ്സിനെ അഴി എണ്ണിക്കരുത്. എല്ലാം തികഞ്ഞു. കുടുംബത്തിൽ പറഞ്ഞവരെ കിടക്കണടത്ത് 2 ദിവസം കിടക്കുകയും ചെയ്തു അമ്മയുടെ കുട്ടി. എന്തിനായിരുന്നു ഒരു പെങ്ങളെ കെട്ടിച്ചിറക്കാനുള്ള കാലത്ത് പോലും ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ നീ. പെറ്റതള്ളയ്ക്കും കൂടപ്പറപ്പുകൾക്കും വേണ്ടി അല്ല, അത് ഉറപ്പാ. എന്റെ അരവിന്ദേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ചെയ്തു. എന്തിനായിരുന്നു അരവിന്ദേട്ട? എന്നോടെങ്കിലും പറഞ്ഞൂടായിരുന്നു. ഓക്കെ, കഞ്ഞിക്കുള്ള അരി വാങ്ങിത്തന്ന് ആ കൂട്ടത്തിലുള്ള കടവും കഷ്ടപ്പാടൊക്കെ വിളമ്പിയ നേരെ ചൊവ്വ തൊണ്ടേന്നിറങ്ങോ. അത് കുടിക്കുന്നവർക്ക് സ്നേഹമുള്ളവരോടും ആശ്രയിച്ച് കഴിയുന്നവരോടും അതൊന്നും അധികം പറയരുതെന്നാ ഞാൻ പഠിച്ചത്. കടണ്ടായിരുന്നു, ഇപ്പോ കള്ളനുമായി. എന്തും സഹിക്കാരുവന്തേട്ടൻ. നിന്റെ കണ്ണ് നനഞ്ഞ കണ്ട പിന്നെ ഒന്നിനും പറ്റില്ല എന്നെ കൊണ്ട്. തീർന്നോളും, ഒക്കെ തീർന്നോളും. ആഴ്ചയിൽ എന്നും ചൊവ്വാഴ്ച അല്ലല്ലോ. ഫോൺ. ഈശ്വര, ഇപ്പൊ ഇതാരാവോ? ആരാ ചെട്ടിയാരെ? ആ, വീണ്ടും വിളിക്കും. ഇല്ലാന്ന് പറയായിരുന്നില്ലേ? കാശ് കൊടുത്ത് ഫോണും വെച്ചിട്ട് ഞാൻ എന്തിനാ അരവിന്ദ നോണ പറയണേ? നേരാ, കള്ളവും ചതിയൊക്കെ കടവും കഷ്ടപ്പാടുള്ളവർക്ക് പറഞ്ഞതാ. കുഞ്ഞക്കൻ ചെട്ടിയാർക്ക് അതിന്റെ കാര്യമില്ല. എടുത്തോ, നിനക്കാ. ഹലോ, അരവിന്ദനെ കിട്ടിയോ?
വിളിച്ച നമ്പർ ദയവായി പരിശോധിക്കുക. മോനെ അരവിന്ദ, എന്നോട് കളിക്കല്ലേ. ഇപ്പോഴേ നീ വഷളാക്കി. ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങും. താങ്കൾ വിളിച്ച നമ്പർ താൽക്കാലികമായി ഉപയോഗത്തിലില്ല. നിർത്തല തന്തയ്ക്ക് പറക്കാത്ത നായിന്റെ മോനെ. വിഷംബരം വേണമെന്ന് വെച്ച കാശ് നീ മിനിറ്റ് വെച്ചോടെ കൊണ്ടുതരും കേട്ടോ. കേട്ടു, ഒക്കെ കേട്ടു. ഇങ്ങനെയൊക്കെ എത്ര ദിവസം തട്ടിയുരുട്ടി പോവാന്നാ? അറിയില്ല. ഡ്രൈവർ മുകളിലൊരാളാ. പോണോടത്തോളം പോകും. അരവിന്ദനെ വിളിക്കേ. ഇവിടെ ഇല്ല. ഭാര്യയാണല്ലേ? അതെ. ആരാ? വേണ്ടപ്പെട്ട ഒരാളാ. ആ ഒന്ന് നിക്കുന്നേ, കാണട്ടെ. ഇങ്ങനെ നാണിച്ചാലോ. ആരാ? മനസ്സിലായില്ല. മോനെ ഒന്ന് കാണാനാ. രാവിലെ പോയതാ. എന്താണാവോ? ഒരു കല്യാണത്തിന് വിളിക്കാനാ. അങ്ങോട്ട് ഇരിക്കൂ. ആരുടെ കല്യാണ? അവന്റെ അച്ഛന്റെ. അതെ, എന്റെ കാശും വാങ്ങി തിന്ന് നുണ പറഞ്ഞു ഒളിച്ചു മാറിയും അധികം പോവില്ല മോൻ. കൊടുത്താ കൊടുത്തത് വാങ്ങാൻ അറിയുന്ന കൂട്ടത്തിലാ ഞാൻ. വിശ്വംഭരൻ വീട്ടിൽ കയറി വന്ന് വൃത്തികേട് കാണിച്ചു എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ആ എന്നാ മനസ്സിലായിക്കോ. മോൻ 2 ലക്ഷം രൂപ എന്റെ പലിശയ്ക്ക് വാങ്ങിയിട്ട് മാസങ്ങളായി. ദിവസം കൂടുന്തോറും പലിശയും പലിശയുടെ പലിശയൊക്കെ കയറി കയറി വരും. അവസാനം ഉള്ള കിടപ്പാടം വിറ്റാലും തികയാതെ വരും. തടിയൂരാൻ പറഞ്ഞേക്കവനോട്, ഇല്ലെങ്കിൽ ഉറപ്പാ തടി കേടാവും. നാളെ മുതലും പലിശ അവിടെ കൊണ്ടുതരാൻ പറഞ്ഞേക്കണം. ഇല്ലേ ഞാൻ ഇനിയും വരും. അത് ഇതുപോലത്തെ വരവായിരിക്കില്ല. ആ പിന്നെ ഞാൻ അധികം ഒരു വീട് കയറി ഇറങ്ങുന്ന അത്ര നല്ല പേരല്ല. ആർക്ക്? വീട്ടുകാർക്ക്. റേഷൻ കടയുടെ കാര്യങ്ങളൊന്നും ദിനേശേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേട്ടാ? അത് ഒക്കെ ശരിയാവും. പിന്നെ നിനക്കിവിടെ സുഖല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനെന്ന് വെച്ച ജീവനാ. അത് മതി. എന്താ നിന്റെ കൈയും കഴുത്തൊക്കെ ഇങ്ങനെ? ആഭരണങ്ങൾ ഇടുന്ന മൂപ്പർക്ക് ഇഷ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ആ, ഒരുപാട് റുപ്യയുടെ സാധനങ്ങള് വെറുതെ പെട്ടിയിൽ കിടക്കാന്ന് വെച്ചാ അതൊരു നഷ്ടാ. ദിനേശേട്ടൻ ഇതന്നെ പറയാറ്. ആ, നിനക്ക് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ നമ്മുടെ അച്ഛൻ അമ്മയുടെ ആഭരണങ്ങൾ ബാങ്കിൽ വെച്ച് കാര്യം നടത്തുന്നല്ലാതെ 10 പൈസ പുറത്തുനിന്നൊരാളുടെ നിന്ന് കടം വാങ്ങിയില്ലായിരുന്നല്ലോ. ഞാനും വിചാരിച്ചിരുന്നു ഏട്ടന്റെ തൽക്കാല ബുദ്ധിമുട്ടിന് എന്റെ ആഭരണങ്ങൾ എടുത്തു തരണമെന്ന്. പിന്നെ ദിനേശേട്ടനോട് എന്താ പറയാ, എങ്ങനെ പറയാന്ന് ആലോചിച്ച് നിന്നതാ. നിന്നോട് സ്നേഹമുള്ള മനുഷ്യനാണല്ലോ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ പൊട്ടത്തരം കൊണ്ട് മിണ്ടിയില്ലെന്ന് വെച്ചോളൂ. അതിനിടയ്ക്കാ കാറു വാങ്ങലുണ്ടായത്. കാറ് വാങ്ങിയോ? വാങ്ങി. മാരുതിയാ. നന്നായി. നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഒരു മാരുതി കാറുമായി. ഉഷയ്ക്ക് മോട്ടോർ സൈക്കിളും നിനക്ക് മാരുതി കാറും. നന്നായി. ഈ 2 വളയും താലിമാല ഒഴിച്ച് ബാക്കിയൊക്കെ ബാങ്കിൽ വെച്ചു. പിന്നെ കുറച്ച് അടവും ഉണ്ടത്രേ. ഇപ്പൊ മാരുതിക്കാരിലൊക്കെ ചെത്തി നടക്കല്ലേ നീ? ഈശ്വര, ഇതിലധികം ഇപ്പൊ എന്താ എനിക്കൊരു സന്തോഷം വേണ്ടേ? കാറും കൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് വരിക, അമ്മേനെ കയറ്റി ഒരു 4 വട്ടം കറങ്ങല്. പത്മാവതി കുട്ടിക്ക് 10 വയസ്സ് കുറയും. ഏട്ടനൊന്നും കഴിച്ചില്ല. വേണ്ട, ചെല്ലട്ടെ. ഏട്ടാ, ദാ ഇത് വെച്ചോളൂ. ദിനേശേട്ടൻ ചോദിച്ചാൽ തന്നെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോളാം. വേണ്ട, അത് ഈ കൈ കിടക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. ഇതിനും ഈ കൈക്കും. വരട്ടെ മോളെ. അളിയനെപ്പോ എത്തി? കുറച്ചു നേരമായി. നിങ്ങളുടെ രണ്ടാളിനും വിവരമൊക്കെ ഒന്ന് അറിഞ്ഞു പോവാന്ന് വെച്ചു. ഇറങ്ങല്ലേ? എനിക്ക് ഇതിലൊന്ന് കയറി എന്നെ ബസ് സ്റ്റോപ്പിൽ അത് നല്ല കാര്യം. വന്ന് കയറുമ്പോ പോകാൻ തുടങ്ങിയാലോ? രമണി കാപ്പി കൊടുത്തോ? ഏട്ടൻ എന്തൊക്കെ തിരക്കുണ്ടത്രേ. ഇങ്ങനെ പോണേ ശരിയല്ല കേട്ടോ. തിരക്കുള്ളതുകൊണ്ടല്ലേ. ഇനിയും വരാലോ. ചെല്ലട്ടെ മോളെ. ഇന്നത് തരാം ഇന്നപ്പം തരാമെന്ന് പറയാനുള്ള ശേഷി എനിക്കില്ല.
എന്നാലോ നിങ്ങൾ പറയുന്നതിൽ അന്യായവും ന്യായം അന്യായം ഒക്കെ അങ്ങടും ഇങ്ങടും പറയേണ്ട കാലമൊക്കെ എന്നോ കഴിഞ്ഞു. അതെന്റെ മോനൊരു ഉണ്ണിപ്പൊണ്ണനായതുകൊണ്ട് ഇനിയില്ല. തരാനുള്ളത് എന്താച്ചാ തരാനുണ്ടാവണ കാലത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. എന്തേ ഏട്ടനടക്കം ഉണ്ടാക്കി വെച്ച നാശല്ലേ? വല്ലതും പറയാനുണ്ടോ? ഞാനിപ്പോ എന്താ പറയുക? വായിൽ നാക്കോണ്ട് തീരുവോ വിശ്വമ്പന്റെ കടം? ഇനി എന്താ ഏതാന്ന് വെച്ചാ നിങ്ങൾ തമ്മിൽ അത്ര തന്നെ. എന്നാലും അരവിന്ദനോടൊരു വാക്ക് പറയാതെ അവനെ പറഞ്ഞു പറ്റിച്ചാണ് എത്തിച്ചത്. നിങ്ങൾക്ക് വേണ്ടി അവൻ ഇത്രയും കാലം പെറ്റതള്ളയും പറ്റിച്ചു. മതി, മടുത്തു. വീട്ടിൽ മുതിർന്നവരാ തീരുമാനങ്ങൾ എടുക്കാം. അരവിന്ദന്റെ കാര്യത്തിൽ എന്നും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇത് ഞാനും കൂടി ഒന്നും അറിയേണ്ടിയിരുന്നമ്മേ. ഒന്നില്ലെങ്കിലും ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ രണ്ട് മനുഷ്യജീവികൾ തമ്മിൽ പിരിയല്ലമ്മേ. അമ്മ കയറും പിടിച്ച് കിടക്കുന്ന നമ്മുടെ പശുവിനെ ആരെല്ലാം അഴിച്ചുകൊണ്ട് പോയാ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടമല്ലേ? അത്രയെങ്കിലും ഒന്ന് വിചാരിക്കേണ്ടിയിരുന്നു. കാശിനും കഴിവിനെ കുറവുള്ളൂ. കരളിൽ കുത്തണ കാര്യങ്ങൾ കാണുമ്പോ സങ്കടത്തിന് കുറവൊന്നുമില്ല അമ്മേ. നിർത്തടാ. ഉളുപ്പില്ലാത്ത അവന്റെ ഒരു സങ്കടം പറച്ചില്. മാനമര്യാദയ്ക്ക് ജീവിച്ച് മരിച്ച അച്ഛനെ പറയിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടം? ഭാര്യ വീട്ടുകാർക്ക് മാനം നേടിക്കൊടുക്കാൻ പെറ്റതള്ളയെ കണ്ടോരുടെ മുമ്പിൽ മാനം കെടുത്താൻ ഓരോരോ തോന്നിവാസങ്ങളെ കാണിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടങ്ങളൊക്കെ? പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറാൻ അമ്മ കുളിച്ചൊരുങ്ങി നിൽക്കുക. ഞാൻ അവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. അവളെ പോവുകയും ചെയ്യും. ഇല്ലമ്മേ. അരവിന്ദ, അമ്മയുടെ മോൻ കടക്കാരനായതും കള്ളനായതും ഇവളെ ഒരുത്തി കാരനാന്നല്ലേ ധരിച്ചു വെച്ചിരിക്കുന്നേ? അല്ല, എന്റെ അനിയത്തി ആണൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ വന്ന കട. അവിടെ കാറ് വാങ്ങിണ്ട്. കളിച്ചും ചിരിച്ച് നല്ലോണം കഴിയണുണ്ട് അമ്മയുടെ മോള്. ഇവിടെ കേറി വന്ന അന്ന് തൊട്ട് കണ്ണീരാ ഇതിന്റെ കഞ്ഞില്. പെട്ടിയും തൂക്കി ചെന്ന് കയറുമ്പോ കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു തള്ളില്ല ഇവൾക്ക്. അവിടെ കാലാകാലത്തും ഭർത്താവുള്ള വിധിവായിട്ടിരിക്കാൻ ഇവിടുന്ന് പോണില്ല അവള്. വേണ്ട അരവിന്ദേട്ടൻ, ഞാൻ പൊക്കോളാം. എന്നെ കൊണ്ട് ഇനി ഇവിടെ അരവിന്ദേട്ടനെ വേണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. ഇനി അതല്ല, കാര്യത്തിന് കൊള്ളാത്തതൊക്കെ കളയാനാണെങ്കിൽ ഇപ്പൊ എന്നെ വേണം കളയാൻ. ശ്രീധരമാമേ, എന്റെ അമ്മ പാവ. ഇക്കാര്യത്തിന് അമ്മ ശ്രീധരമാമയെ വിളിപ്പിച്ചിട്ടില്ലെന്ന് വിചാരിക്കാം. 3 നേരം മുട്ടില്ലാതെ നോക്കിക്കൊള്ളാന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അതൊന്നും ഉറപ്പില്ല ഈ അരുവന്തിന്. പക്ഷെ ഒരു ഉറപ്പുണ്ട്, ചാവോളം ഞാനുണ്ടാവും അവൾക്ക്. അത് ഇവിടെ ആയാലും എവിടെ ആയാലും.